ഹലോ, ഇന്ന് വീട്ടിൽ ഒരു നാടൻ കോഴി കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വെക്കാൻ പോവുകയാണ്. കുക്കറിൽ കഴുകിയ ചിക്കൻ ഇട്ടിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് എടുത്തിട്ടുള്ളത്, പേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ അത് കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ജീരകം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. അങ്ങനെ അതൊക്കെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈയിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുന്നു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ. പിന്നെ ഇതിലേക്കൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട്. കുറച്ച് ചെറിയുള്ളി മുറിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ കുക്കറിൽ വയ്ക്കുകയാണ്. എന്നിട്ട് ഒരു 4-5 വിസിൽ കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ പുറത്തടുപ്പിൽ വലിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ഒരു 3 ഉള്ളി വാട്ടിയിട്ടുണ്ടായിരുന്നു. ഉള്ളിയിലും കുറച്ച് പൊടികൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 തക്കാളിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുക്കറിൽ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ അതിൽ മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട അവസാനമാണ് ഇടുക, എന്നാലേ വേവ് കറക്റ്റ് ആവുള്ളൂ, നന്നായിട്ട് പാകത്തിൽ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായി തിളച്ച് പുറത്തടുപ്പിൽ നല്ല ചൂടാണ്. പറമ്പിലെ മരവിറകൊക്കെയാണ് ഇതിൽ വെക്കുക, വെട്ടൊന്നുമില്ല, നേരിട്ട് അടുപ്പിൽ കയറ്റിയിട്ട് അങ്ങനെയാണ് ഇത് വേവിക്കുന്നത് കേട്ടോ. അങ്ങനെ നന്നായി തിളച്ച് വന്നാൽ നമ്മൾ കുറച്ച് വറുത്തരച്ച തേങ്ങ ചേർക്കുകയാണ്. വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇത് ഇന്ന് അരച്ച തേങ്ങയല്ല, ഫ്രിഡ്ജിലുണ്ടായിരുന്ന കേട്ടോ. അതാണ് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അകത്തുനിന്ന് കുറച്ച് ചെറിയ ഉള്ളി വറവിടുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഈ കൂട്ടിലേക്ക് കൊണ്ടുവന്ന് ഒഴിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പം തന്നെ അത് ഇറക്കി വെക്കുകയാണ്. വറവിട്ടാൽ പിന്നെ അധികം വെക്കില്ല, ഉടനെ തന്നെ അതിനെടുത്തിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ കോമ്പിനേഷനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പത്തിരിയാണ്, നൈസ് പത്തിരി. ഞാൻ കുറച്ച് വലിയ ഉരുളയാണ് പ്രസ്സിൽ ഒന്ന് പരത്തിയിട്ട് പിന്നെ ഞാൻ കൈകൊണ്ട് ഒന്ന് പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് പത്തിരി കേട്ടോ, മറന്നു വരുന്നു വീഡിയോ എടുക്കാൻ. അങ്ങനെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. അത്രയേ ഉള്ളൂ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ